നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ ഒരു വായനയാണ്. തീപ്പട്ടിക്കൊള്ളികൾ വെച്ചുണ്ടുള്ള ഒരു വായനയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കാർഡ്സും എടുക്കുന്നുണ്ട്. ടാരറ്റ് കാർഡ്സ് വെച്ചും മാച്ച് സ്റ്റിക്സ് വെച്ചും ചെയ്യുന്ന ഒരു കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. കുറച്ച് വ്യത്യസ്തമായ റീഡിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുമായിട്ടുള്ള ചില രഹസ്യങ്ങൾ ചുരുളഴിയാൻ പോകുന്നു. ഈ വ്യക്തി എന്തൊക്കെയോ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓവറോൾ എനർജി വെച്ചിട്ടുള്ള വായനയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ സാഹചര്യം, ചിന്തകൾ, ഫ്യൂച്ചർ, അങ്ങനെ എല്ലാം കിട്ടുന്ന എനർജികളെല്ലാം നമ്മളിവിടെ വായിക്കുന്നതാണ്. അതിൽ പ്രധാനമായും എടുത്തു നോക്കാൻ പോകുന്നത് ചുരുളഴിയാൻ പോകുന്ന രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തി മറച്ചു വെച്ചിരിക്കുന്ന പല തരത്തിലുള്ള കാര്യങ്ങൾ. ആദ്യമേ തന്നെ നമുക്ക് മാച്ച് സ്റ്റിക്സ് വെച്ചിട്ടുള്ള, അതായത് തീപ്പെട്ടിക്കൊള്ളികൾ വെച്ചിട്ടുള്ള വായന നോക്കാം. അതിനുശേഷം നമുക്ക് കാർഡ്സ് റീഡിംഗ് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം, അതിനേക്കാൾ ഉപരി ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ. ഇത് കിടക്കുന്ന ഈ ഒരു ധ്രുവങ്ങളിൽ നോക്കുകയാണെങ്കിലും ഞാനിത് ഷഫിൾ ചെയ്ത് ഇട്ടതാണ് ഈ ഒരു തീപ്പെട്ടിക്കൊള്ളികൾ. പക്ഷേ കൃത്യമായി, അതായത് എൻ്റെ ഈ വായന കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണിത്. വിശ്വാസത്തോടെ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. കാരണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്നാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു മാച്ച് സ്റ്റിക്ക് നിങ്ങളും ഈ അറ്റത്ത് നിൽക്കുന്ന മാച്ച് സ്റ്റിക്ക് നിങ്ങളുടെ വ്യക്തിയുമാണ്. അതിൻ്റെ നടുവിലായി പലതരത്തിലുള്ള ആകൃതിയിൽ വന്നിട്ടുള്ള ഒരു കൂട്ടം തീപ്പെട്ടിക്കൊള്ളികൾ. ഇത് കാണുമ്പോൾ തന്നെ കൃത്രിമമായി വെച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എനിക്കൊന്നുമില്ല. കാരണം ഷഫിൾ ചെയ്തിട്ട് നമുക്ക് ലഭിച്ച ആകൃതി ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും ഇത് വളരെയധികം വിശ്വാസത്തോടു കൂടി കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള വായനയായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ വളരെയധികം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത്, വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് നിശബ്ദത പാലിക്കുന്നത്, ഈ വ്യക്തിക്ക് എന്നോട് സ്നേഹമില്ലേ എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് യൂട്യൂബ് വീഡിയോയിൽ കൂടെ തന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കാം നിങ്ങളുടേത്. ആ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വായന. അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അല്ലാത്തവർക്കും കാണാം. ഇവിടെ വളരെയധികം സ്ട്രഗിളിങ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. കാരണം ഒരു യുദ്ധം ചെയ്ത് ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു രാജ്യം കീഴ്പ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് ഒന്നായവരാണ്. ഇനി എല്ലാം കൊണ്ടും ഒന്നാവണമെങ്കിൽ ഈ നടുക്ക് നിൽക്കുന്ന ഈ ഒരു തീപ്പെട്ടിക്കൊള്ളികൾ മാറണം. അതായത് അത് വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കാര്യത്തിൽ പ്രണയബന്ധത്തിൽ തടസ്സം നിൽക്കുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങൾ, അത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, വ്യക്തികൾ പരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരു പറ്റം പ്രശ്നങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പുഴയുടെ രണ്ടു വശത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ വ്യക്തിയും അങ്ങനെ തന്നെയാണ്. ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഒന്നും പറയുന്നില്ല, തുറന്ന് സംസാരിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമില്ല, അല്ലെങ്കിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന്. ഈ വ്യക്തിക്ക് താല്പര്യമുണ്ട്. പക്ഷെ തടസ്സങ്ങൾ നോക്കൂ. അതുപോലെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ത്രികോണാകൃതിയിലും അതുപോലെ ഇൻറ്റു, അതായത് ക്രോസ് വേർഡിലുമാണ് നമ്മൾക്ക് തീപ്പെട്ടിക്കൊള്ളികൾ ലഭിച്ചിട്ടുള്ളത്. അതായത് ഒരു തീപ്പെട്ടിയുടെ മുകളിൽ മറ്റൊരു തീപ്പെട്ടി വന്ന് കിടക്കുന്നു.
അതായത് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളെയാണത് സൂചിപ്പിക്കുന്നത്. ക്രോസ് വേർഡിൽ കിടക്കുന്നതും അത് അത്രത്തോളം ശുഭകരമായിട്ടുള്ള കാര്യത്തെയല്ല സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം മാറ്റിവെച്ചിട്ടാകണം ഈ അറ്റത്ത് നിൽക്കുന്ന ഈ നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ നിൽക്കുന്ന നിങ്ങളിലേക്ക് എത്താൻ. ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിലായിട്ട് നിൽക്കുകയാണ്. ഈ വ്യക്തി വളരെയധികം ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളിലേക്ക് വന്നത്. കാരണം കാർഡ്സും അതിന് വ്യക്തമാണ്. വിദേശയോഗമുള്ള വ്യക്തിയായിരിക്കാം, വിദേശത്ത് ചിലപ്പോൾ ഈ വ്യക്തി ജോലി ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നത്. എന്തു തന്നെ ആണെങ്കിൽ പോലും നിങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് വിദേശത്തേക്ക് പോകണം, അല്ലെങ്കിൽ നാട് നീങ്ങിപ്പോണം, ഇപ്പോഴായിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നും വളരെയധികം ദൂരേക്ക് നിങ്ങളെ കൊണ്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്നേഹസമ്പന്നനായിട്ടുള്ളൊരു വ്യക്തി. പക്ഷേ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു. ചിലപ്പോൾ ഈ വ്യക്തിയെ കൊണ്ട് വേറെ കല്യാണമോ കഴിപ്പിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ വേറെ കല്യാണത്തിലേക്ക് നയിക്കുന്നുണ്ടാകണം, നിർബന്ധിക്കുന്നുണ്ടാകണം. നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. കാരണം ഈ വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വ്യക്തി പാലിച്ചിരിക്കും. നല്ല രീതിയിൽ ഏത് സ്ഥലത്ത് പോയാലും അധ്വാനിച്ച് കരുത്തോടു കൂടി ജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു വ്യക്തിയാണ്. സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാനും ജീവിതം പടുത്ത് ഉയർത്താനും വളരെയധികം സഹനശേഷിയും കാര്യപ്രാപ്തിയുമുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ വ്യക്തി ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് വരുമ്പോഴും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ക്രോസ് വേർഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തടസ്സം നിൽക്കുകയാണ്. ഈ ഒരു പ്രശ്നമാണ് ഈ വ്യക്തി പ്രധാനമായും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മാതൃസ്ഥാനത്ത് നിൽക്കുന്നവരും വളരെയധികം ഈ വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ അമ്മയോ അച്ഛനോ മറ്റു ബന്ധുമിത്രാദികളോ നിങ്ങളുടെ ആജന്മ ശത്രുവായിരിക്കാം. നിങ്ങൾക്കെതിരായിട്ടാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അതുപോലെയാണ് പ്രശ്നങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവസാനം നമുക്ക് ആ ഒരു സൂര്യന്റെ വെളിച്ചമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുള്ള ആ ഒരു പ്രത്യാശയിലാണ് മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് ഒരു തീരുമാനവും എടുക്കാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വ്യക്തി പല സത്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അത് ഭൂരിഭാഗവും മാതൃസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കണം. ആ ഒരു പ്രശ്നങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഈ വ്യക്തിയുടെ തലയിലേക്ക് പലതരത്തിലുള്ള ബാധ്യതകൾ വന്നു പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. അത് മറ്റേതെങ്കിലും ആരുടെയെങ്കിലും ബാധ്യതയായിരിക്കാം. അത് ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചുമലിന്മേൽ വെച്ച് കൊടുത്തതുമാകാം. ആ ഒരു അവസ്ഥയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് തുറന്ന് ഈ വ്യക്തിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ അതിന് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു നിസ്സഹായ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ കുറച്ചു പേരുടെ വ്യക്തികളെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നുണ്ടാകാം. ഈ വ്യക്തി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ ഒരു വ്യക്തിയും, അതായത് ആ കല്യാണം കഴിച്ച ആരാണോ ആ വ്യക്തിയും ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ആ തേർഡ് പാർട്ടി ഈ വ്യക്തിയോട് ചെയ്യുന്നത്, ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുമില്ല, എന്നാൽ ഈ വ്യക്തിയെ ഉപേക്ഷിക്കുന്നുമില്ല. ആ ഒരു അവസ്ഥയിലും നിൽക്കുന്ന സാഹചര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി വഞ്ചിക്കും അടുക്കാൻ പറ്റുന്നില്ല, കരയിലേക്ക് പോകാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള അകൽച്ച ശരീരം കൊണ്ട് ദൂരെയാണെങ്കിലും മാനസികപരമായിട്ട് നിങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നതിനുള്ള ഉദാഹരണമാണ് നമുക്ക് സൺ കാർഡ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതത്തിന് വേണ്ടി ഈ വ്യക്തി പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നാളെ നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് ഈ വ്യക്തി സ്വപ്നം കാണുന്നുണ്ട്. അതിൻ്റെ ഫ്യൂച്ചർ നല്ല രീതിയിൽ ഈ വ്യക്തി നിരീക്ഷണത്തോടു കൂടി നോക്കിക്കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് ദൂരത്തേക്ക് നാട് കടത്താനോ അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജീവിക്കാനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട്.
എന്തായാലും പൊരുതി ജയിച്ച ഒരു വ്യക്തി തന്നെയാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളോട് നിശബ്ദത പാലിക്കുന്നുണ്ട് എന്നതിനുള്ള അർത്ഥം ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല, കരുതലില്ല എന്നുള്ളതല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കാനും കൂടുതൽ കൺഫ്യൂഷൻസിലേക്ക് കൊണ്ടുപോകാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത്. തേർഡ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും നിങ്ങൾക്കും അവിടെ ദേഷ്യം പിടിക്കുന്ന ഒരവസ്ഥയുണ്ടാകാം, മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകുന്ന അവസ്ഥകൾ ഉണ്ടാകാം. അതിനെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ വ്യക്തി പല സ്ഥലങ്ങളിലും നിശബ്ദത പാലിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പൊരുതി ജയിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഈ നടുക്ക് ലഭിച്ചിരിക്കുന്ന ഇത്രയും പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ഈ രണ്ട് വ്യക്തികൾക്കും ഒരുമിച്ച് ചേരാനായിട്ട്. അതിനുവേണ്ടി ഈ വ്യക്തി തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളും വളരെ ശക്തരാണ്. നമുക്ക് എംപ്രസ് കാർഡാണ് ലഭിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ എനർജി നോക്കുകയാണെങ്കിലും പുരുഷന്മാരുടെ എനർജി നോക്കുകയാണെങ്കിലും വളരെയധികം ഉയർന്ന തലത്തിൽ എനർജി നിൽക്കുന്ന ലെവലാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരേ കോണിൽ സഞ്ചരിക്കുന്ന രണ്ട് വ്യത്യസ്തരായ വ്യക്തികൾ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ അടങ്ങാത്ത സ്നേഹം, മാനസികപരമായിട്ടുള്ള കരുത്ത് എന്ന് പറയുന്നത് രണ്ടുപേരും ഒരുപാട് കാര്യങ്ങളിൽ സമതുല്യരാണ്. അതുകൊണ്ട് നിങ്ങളും ഈ വ്യക്തിയുടെ ഒപ്പം വളരെ തൻ്റെ ഇടത്തോടുകൂടി നിൽക്കാനായി ശ്രമിക്കുക. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു സത്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.